നേഹ പോട്ടെ, സാരമില്ല. നോക്ക്, നമ്മുടെ സ്റ്റാൻഡേർഡിന് ചേർന്നവരൊന്നുമല്ല ഇവര്. റോയ്ച്ചൻ ഇന്നലെ ഇത്രയും പറഞ്ഞിട്ടും നീ ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര നാണക്കേടാണ്. അത് കുഴപ്പമില്ല സാജൻ, എനിക്ക് സങ്കടമൊന്നുമില്ല. ആർക്കെന്നെ മനസ്സിലായാലും സാജനെ മനസ്സിലായാലോ, അത് മതി. ദൈവമേ, ഓക്കേ. ഇനി ഇവിടെ ഇരിക്കണ്ട, നമുക്ക് വല്ല കോഫി ഷോപ്പിലേക്കും പോയി ഒരു കോഫി കുടിച്ച് ഫ്രഷ് ആവാം. അല്ല, ഇതല്ല, വേറെ കോഫി ഷോപ്പിലേക്ക് പോവാം. ഓക്കെ? എന്തൊരു സിമ്പതിയാ സാജനോട്. ഹോ, ആ തലോടലും ആശ്വസിപ്പിക്കലും ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ നല്ലൊരു കെട്ടിപ്പിടുത്തം കൂടി കാണായിരുന്നു. ഒന്ന് പോടാ പൊട്ട അവിടുന്ന്. മനുഷ്യൻ അവിടെ ചങ്ങ് തകർന്നിരിക്കുമ്പോൾ അവന്റെ ഒരു അതിനിപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് സാജനോട് കുറച്ച് സംസാരിക്കണം. ഇരിക്കു പാറു. ഒറ്റയ്ക്ക് സംസാരിക്കണം. I've had enough. ഏയ് നേഹ, എന്താ പാറു, എന്തിനാ നേഹയോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. എന്റെയും എന്റെ ഫ്രണ്ട്സിനെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച അവളെ നീ എന്തിനാ ആശ്വസിപ്പിക്കാൻ പോയത്? പാറു, അവൾ ഒറ്റപ്പെട്ടു പോയപ്പോ സാജൻ എന്താ? സാജന്റെ ആരാണ് അവള്? എന്താ പാറു ഇത്? നിന്റെ ചില നേരത്തെ സംസാരം എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. എന്നാ പിന്നെ സഹിക്കാതിരുന്നാ പോരെ. അങ്ങനെ ത്യാഗം സഹിച്ച് സാജനോട് ഇരിക്കണമെന്നില്ല. അപ്പൊ റിലേഷൻഷിപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണോ? ഓക്കെ, എഗ്രി. എന്നാ ശരി, എനിക്ക് സമ്മതം. ബൈ. പാറു, ഹാവ് യു ലോസ്റ്റ് ഇറ്റ്? പഴയ കാലത്തെ പോലെ മറ്റൊരു പെൺകുട്ടിയുമായി മിണ്ടി അല്ലെങ്കിൽ അവളുടെ ഒരു വിഷമ സിറ്റുവേഷനിൽ സമാധാനിപ്പിച്ചു എന്ന് കരുതി നീ ഇങ്ങനെ റിയാക്ട് ചെയ്യാനാണെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് നിർത്താം. ആ പെൺകുട്ടിയോട് ഏത് സിറ്റുവേഷനിൽ സംസാരിക്കാനുള്ള വിഷയം. റൂട്ട് മാറ്റരുത്. റൂട്ട് ഒന്നും മാറ്റിയിട്ടില്ല. റൂട്ട് മാറ്റി മാറ്റി മാറ്റി. എന്റെ ഗീതുവാൻഡി, ഗീതുവാനിക്ക് ഇപ്പൊ എന്താ പരമ സുഖല്ലേ? ഇതുപോലത്തെ ഒരു പുരുഷനെ തലക്കേറ്റി വെച്ചിട്ട് ഞാൻ ഒന്ന് ടെൻഷൻ അടിക്കണം. കുരിശാരാണെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഗീതുവാൻഡി, ഈ വാട്ടർ ഹീറ്റർ പോലത്തെ ഒരു സാധനത്തെ എന്റെ തലയെ കെട്ടി വെച്ചിട്ട് സ്വസ്ഥത എന്താണെന്ന് ഞാൻ മറന്നേ പോയി. സ്വസ്ഥത അത് സ്വന്തം കാര്യത്തിന് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുമ്പോഴാണ് തിരിച്ചു കിട്ടുന്നത്. ജിമ്മിലെ ഇൻസ്ട്രക്ടറായിട്ട് ജനിച്ചു വേണം നീ. നിന്റെ ഈ സ്ട്രിക്ട് സ്വഭാവം ഓർഡർ എടുക്കലൊക്കെ ജിമ്മില് പിള്ളേരുടെ വേഷം കെട്ടിറക്കാൻ വന്നാണ്ടല്ലോ. വേഷം കെട്ടെടുത്താ നീ എന്ത് ചെയ്യടാ? ഇതിന് ഞാൻ അന്ന് എനിക്ക് ചെള്ളക്കെട്ട് തന്നതല്ലേ. മതി പണ്ടാരം, നിർത്തിക്കോ, ഇനി സംസാരിക്കണ്ട. ഞാൻ എപ്പ നിർത്തണം എപ്പ തുടങ്ങണം തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലാതെ നീയല്ല. ശരി, ആയിക്കോ. ഇനി ഞാൻ നിന്റെ പുറകെ വരില്ല. അതാ നല്ലത്. നിന്റെ കെട്ട ഒരുത്തനും വല്ലടി. ഇനി ഒരുത്തൻ വന്നാലും വല്ല പെടുമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതം കിട്ടിയവനായിരിക്കും, അല്ലെങ്കിൽ വല്ല പൊട്ടനായിരിക്കും. എനിക്ക് പൊട്ടനെങ്കിലും ഉണ്ട്, നിനക്ക് പെണ്ണ് കിട്ടുമെന്ന് ആർക്കറിയാം? നീ നോക്കിയോടി, അവളെ ഞാൻ സെറ്റാക്കിയിരിക്കും. അതൊക്കെ പുറത്തിറങ്ങിട്ട് വേണം, അല്ലെങ്കിൽ അകത്തിരിക്കുന്ന പിള്ളേരെ തനി കൊണം നീ അറിയും. അല്ല പിന്നെ മാറി പുല്ലേ. നീ പണ്ടാരം ഔട്ട്.